വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പാകിസ്ഥാനിൽ പാക് ഭരണകൂടത്തിനും അതുപോലെ തന്നെ പാകിസ്ഥാൻ ആർമിക്കും രക്ഷയില്ലാത്ത സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തുറന്ന യുദ്ധമാണ് ഇവർക്കെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ പ്രവിശ്യ. ഈ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പാകിസ്ഥാൻ ആർമിക്ക് നേരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ആർമി. ബലൂചിസ്ഥാനിലെ മാച്ച് സിറ്റിയും പരിസര പ്രദേശങ്ങളും എല്ലാം തന്നെ ബലൂചിസ്ഥാൻ ആർമി കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഏരിയയുടെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്കാണ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ബലൂചിസ്ഥാന്റെ തലസ്ഥാനമായ കോട്ടയും പരിസര പ്രദേശങ്ങളുമാണ്. കോട്ടയ്ക്ക് അടുത്തുള്ള പരിസര പ്രദേശമാണ് സിറ്റിയാണ് മാച്ച് സിറ്റി. ഇതിന്റെ പരിസര പ്രദേശങ്ങളാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ പിടിയിലാക്കിയിരിക്കുന്നത്. അതുപോലെ പാകിസ്ഥാൻ ആർമിക്ക് നേരെ പാകിസ്ഥാന് എതിരെ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ആർമി. ദാരെ ഇ ബോലൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിഷന് ഓപ്പറേഷൻ ഒരു തുറന്ന യുദ്ധമായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ സ്പോക്സ് പേഴ്സണായ ജയിന്ത് ബലൂച്ച് അറിയിച്ചതനുസരിച്ച് അവരുടെ 3 ഭടന്മാർ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. മജീദ് ബ്രിഗേഡിലെ 3 ജവാന്മാർക്കാണ് വീരമൃത്യു സംഭവിച്ചത് എന്നാണ് ബലൂചിസ്ഥാൻ സ്പോക്സ് പേഴ്സൺ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മാച്ച് സിറ്റിയുടെ എൻട്രിയും എക്സിറ്റും എല്ലാം ബലൂചിസ്ഥാൻ ആർമിയുടെ സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡ് നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ് എന്നാണ് സ്പോക്സ് പേഴ്സൺ അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത് 3 ആക്രമണങ്ങൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയിട്ടുണ്ടെന്നും അതിൽ 15ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. ബലൂചിസ്ഥാൻ ആർമി അവകാശപ്പെടുന്നു തങ്ങൾ റോക്കറ്റ് അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചത് എന്നാണ്. മാച്ച് സിറ്റിയിലെ എല്ലാ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും സ്ഥാനമുറപ്പിച്ചിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ആർമി. മാച്ച് സിറ്റിയിലെ പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ തന്ത്രപ്രധാന സ്ഥാനങ്ങളിലെല്ലാം തന്നെ നിയന്ത്രണം ഇപ്പോൾ ബലൂചിസ്ഥാൻ ആർമിക്കാണ്. കൂടാതെ ഈ മാച്ച് സിറ്റിയിൽ 45 പാകിസ്ഥാൻ സൈനികരെ വധിച്ചു എന്നും പീർ ഗായിബ് മേഖലയിൽ 10 പാകിസ്ഥാൻ സൈനികരെ വധിച്ചു എന്നും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെടുന്നു. ഈ ഒരു ഓപ്പറേഷനിലൂടെ ബലൂചിസ്ഥാൻ ആർമി പാകിസ്ഥാൻ ആർമിയെയും അതുപോലെ പാകിസ്ഥാൻ ഭരണകൂടത്തെയും നേരിട്ട് ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആഹ്വാനം ചെയ്യുന്നത് എന്തെന്നാൽ ബലൂചിസ്ഥാനിലെ എല്ലാ യുവാക്കളും ബലൂചിസ്ഥാൻ ഫ്രീഡം ഫൈറ്റേഴ്സായി മാറണമെന്നും പാകിസ്ഥാനെ, അവരുടെ ശത്രുവിനെ മദർലാൻഡിൽ നിന്ന്, ബലൂചിസ്ഥാൻ മദർലാൻഡിൽ നിന്ന് തുരത്തണമെന്നുമാണ് അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് ബലൂചിസ്ഥാന്റെ ഏറ്റവും വലിയ ശത്രു പാകിസ്ഥാനാണ്. പാകിസ്ഥാനെയാണ് ഏറ്റവും വലിയ ശത്രുവായി ബലൂചിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. BLA പാകിസ്ഥാൻ ആർമിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ ആർമിയെ അവർ വിശേഷിപ്പിക്കുന്നത് നിരപരാധികളെ കൊല്ലുന്നവർ എന്നാണ്. നേരിട്ടൊരു ഏറ്റുമുട്ടലിനാണ് അവർ പാകിസ്ഥാൻ ആർമിയെ ക്ഷണിക്കുന്നത്. എന്തെന്നാൽ മാച്ച് സിറ്റിയിൽ പകൽ പോലും തങ്ങളുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് നടക്കുന്നുണ്ട് എന്നും അവരോട് നേരിട്ടൊരു യുദ്ധത്തിന് വരാനുമാണ് പാകിസ്ഥാൻ ആർമിയെ BLA ക്ഷണിക്കുന്നത്. BLA പാകിസ്ഥാന് നേരെ ആരംഭിച്ചിരിക്കുന്ന ഈ ഓപ്പറേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ BLAയുടെ എല്ലാ ഗ്രൂപ്പും ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നു. അതായത് മജീദ് ബ്രിഗേഡ്, സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡ്, ഫെത്ത സ്ക്വാഡ്, കൂടാതെ ഇന്റലിജൻസ് യൂണിറ്റ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന ഓപ്പറേഷനാണ് ഇപ്പോൾ പാകിസ്ഥാന് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബലൂചിസ്ഥാനിലെ മാച്ച് സിറ്റി ഏരിയയിലുള്ള എല്ലാ സാധാരണക്കാരായ ജനങ്ങളോടും വീട് വിട്ട് പുറത്തിറങ്ങരുത് എന്നും ഹൈവേകൾ ഉപയോഗിക്കരുത് എന്നും BLA വാൺ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ നിരവധി പോലീസുകാരെയും പാരാമിലിറ്ററിയെയും ബന്ദിയാക്കിയിട്ടുമുണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. 2-3 ആഴ്ചകൾക്ക് മുൻപ് ഇറാൻ പാകിസ്ഥാനിലേക്ക് റോക്കറ്റ് അയച്ചിരുന്നു. ഇതിനു മറുപടി എന്നോണം പാകിസ്ഥാനും ഇറാനുമേൽ റോക്കറ്റ് അയച്ചിരുന്നു. ഇറാനിലെ ബലൂചിസ്ഥാൻ മേഖലയിലേക്കാണ് പാകിസ്ഥാൻ റോക്കറ്റ് അയച്ചത്. ആ അവസരത്തിൽ തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇതിന് പകരം വീട്ടുമെന്ന് പാകിസ്ഥാനോട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തെന്നാൽ ഡിക്ലെയർഡ് വാർ ഓൺ സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാൻ എന്നാണ്. അതായത് ബലൂചിസ്ഥാന്റെ ശത്രുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പാകിസ്ഥാനെ. ആ ശത്രുവിനുമേൽ യുദ്ധവും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാനിൽ ബാൻ ചെയ്യപ്പെട്ട തീവ്രവാദ ഗ്രൂപ്പാണ്. ഇപ്പോൾ BLA ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെന്നാൽ ബലൂചിസ്ഥാനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി മാറ്റാനാണ്. പാകിസ്ഥാനിൽ നിന്ന് അടർത്തി മാറ്റി പാകിസ്ഥാനിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായി നിലനിൽക്കാനാണ് ബലൂചിസ്ഥാൻ ആഗ്രഹിക്കുന്നത്.
പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. കൂടാതെ പാകിസ്ഥാനിലെ ഏറ്റവും സമ്പന്നമായ പ്രവിശ്യ കൂടിയാണ് ബലൂചിസ്ഥാൻ. നിരവധി ധാതുക്കളും മിനറൽസും അടക്കം എല്ലാം ഉള്ള ഒരു പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. പക്ഷേ ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്ക് യാതൊരുവിധ ഡെവലപ്മെന്റും പുരോഗതിയും കൈവരിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ബലൂചിസ്ഥാൻ മേഖലയിലെ ജനങ്ങളെ പാകിസ്ഥാനും പാകിസ്ഥാൻ ആർമിയും ചൂഷണം ചെയ്യുകയാണ് എന്നാണ് ഇക്കൂട്ടർ വാദിക്കുന്നത്. അതിനാൽ തന്നെ പാകിസ്ഥാനിൽ നിന്നും സ്വതന്ത്രമായി നിൽക്കാൻ ഇക്കൂട്ടർ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ ചൈന സാമ്പത്തിക ഇടനാഴി ബലൂചിസ്ഥാനിലൂടെയാണ് കടന്നു പോവുക. ആ അവസരത്തിലും പാകിസ്ഥാനും ചൈനയും ചേർന്ന് തങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നൊരു വാദം ഇക്കൂട്ടർ ഉയർത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ആർമിയുടെ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ബലൂചിസ്ഥാൻ ശ്രമിക്കുന്നത്. പാകിസ്ഥാൻ മറ്റ് രാജ്യങ്ങൾക്ക്, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ചും ഇന്ത്യയോട് തീവ്രവാദികളെ അയച്ച് യുദ്ധം ചെയ്യുമ്പോൾ, ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ഉള്ളിലുള്ള ശത്രുക്കളെ നേരിടാനാവാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് സംജാതമായിരിക്കുന്നത്.